ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നോൺ വെജൊക്കെ പ്രത്യേകിച്ച് ബീഫൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് ബീഫ് ഉലർത്തിയത്. നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ബീഫ് ഉലർത്തിയത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീഫ് ഉലർത്ത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ബീഫ് ഉലർത്തിയത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ അളവിന് പോത്തിറച്ചിയാണ്. അപ്പോൾ അത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വാങ്ങത്തില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി എടുത്ത ശേഷം ഒരു കുക്കറിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് പൊടികളൊക്കെ ചേർക്കുവാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീറ്റിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം എടുത്തിട്ട് അത് ഇത് കൂട്ട് തിന്നായിട്ട് നീളത്തിലരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിന് വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് അളവിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു വലിയ സവോള ഇത് കൂട്ട് അല്പം വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും പിന്നീട് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടിയാണ്. അതും മുഴുവനായിട്ട് തന്നെയാണ് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം കുക്കർ തുറക്കുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെന്ത് ഇരുന്നോളും. അപ്പം നമ്മളിത് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വേറെ പച്ചമുളക് ഒന്നും ഉപയോഗിക്കുന്നില്ല. കുരുമുളക് പൊടിയൊക്കെ പിന്നീട് നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ കുക്കർ അടച്ചു വെച്ച ശേഷം ഇതിനകത്തുനിന്ന് നന്നായിട്ട് സ്റ്റീം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കുകയാണ്. ഇനി ഒരു 35 മിനിറ്റാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത്. സാധാരണ പോത്തിറച്ചി അത്രയൊരു സമയമാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റ് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കുക. ഇറച്ചി വേവുന്ന നേരം കൊണ്ട് ഇതിനകത്തേക്ക് ചേർക്കേണ്ട മസാലയൊക്കെ ചൂടാക്കി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറുവാപ്പട്ട 2 ഇഞ്ച് വലുപ്പത്തിലുള്ളതാണ്. തിന്നായതുകൊണ്ടാണ് അത്ര എടുത്തിരിക്കുന്നത്. തിക്കായതാണെങ്കിൽ നമുക്ക് 1 ഇഞ്ച് വലുപ്പത്തിൽ മതിയാകും. ഏലക്ക 2-3 എണ്ണം എടുക്കാം. ഗ്രാമ്പൂ 5 എണ്ണം, പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ, കുരുമുളക് മുഴുവൻ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്, അത് 1 ടീസ്പൂൺ. പിന്നെ നമ്മളൊരു തക്കോല എടുത്തിട്ടുണ്ട്. ഒരു തക്കോലത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഹോൾ സ്പൈസസ് ഒക്കെ ചൂടായ പാനിനകത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്കിത് പൊടിച്ചെടുത്ത് നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് ഉപയോഗിക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബീഫ് 35 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ട് നമ്മളിത് തുറന്ന് നോക്കുവാണ്. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ അതിൻ്റെ ചേർത്ത് കൊടുത്ത സവോളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കുറച്ചൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ഇത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞ് അതിനകത്ത് ചേർന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇനി നമ്മൾ ബീഫ് ഉലർത്തിയത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ സ്പൈസസ് ഒക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത അതേ പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീഫ് ഉലർത്തിയതും മറ്റും തയ്യാറാക്കുന്ന സമയത്ത് ഇത് കൂട്ട് താഴെ ഭാഗം പരന്ന ഉരുളിയോ അല്ലെങ്കിൽ കാസ്റ്റ് അയണോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ താഴെ ഭാഗം പരന്ന പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് 1/4 കപ്പ് അളവിന് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്ന ബീഫ് റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. വാടിയ തേങ്ങാക്കൊത്തിലോട്ട് നമുക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് ചുവന്നുള്ളി 10 എണ്ണോ വെളുത്തുള്ളി 5 എണ്ണോ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അപ്പോൾ മിക്സിയിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് അരഞ്ഞു പോകരുത്. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടികല്ലിൽ വെച്ച് ഒന്ന് ചതച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ബീഫ് വേവിച്ച വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്പം ചാറൊക്കെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മസാലപ്പൊടിയൊക്കെ ചേർത്ത ശേഷം ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കുന്നത് ബീഫ് ഉലർത്തിയതായതുകൊണ്ട് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പം അതിനകത്ത് ചാറൊക്കെ വറ്റി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം. എന്നിട്ട് വേണം ബാക്കി ഇത് കൂട്ട് നമ്മൾ ഡ്രൈ ആക്കി എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരത്തുള്ളൂ. ചാറൊക്കെ നന്നായിട്ട് വറ്റി വന്ന ശേഷം നേരത്തെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു മസാല കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് സമയം കൂടി നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ കൂടുതൽ സമയം ഇത് നമ്മൾ വരട്ടും തോറും ഈ ഒരു പാത്രത്തിൻ്റെ, ഞാൻ നോൺ സ്റ്റിക്ക് അല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു പാത്രത്തിൻ്റെ താഴെയൊക്കെ പിടിക്കും. അപ്പോൾ നമ്മളതൊരു ചട്ടുകോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു 15-20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി സമയം നമുക്ക് വരട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയ ബീഫ് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് തേങ്ങാക്കൊത്തും അതുപോലെ കുരുമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണിതിന്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീഫ് ഉലർത്ത് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.